ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സുബൈക്ക് മുമ്പ് തന്നെ ഇന്നേ ദിവസം റൗള ഷെരീഫ് അണയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സുബൈ നിസ്കാരത്തിന് ശേഷമാണ് ഇവിടെ ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമുക്കിതിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഒരു വൈറ്റ് കളറിലല്ലേ, ഒരു കിബിലനെ പോലെ ഒരു ഷീറ്റ് ഇടിച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ അതുള്ളത്. നമ്മൾ മുമ്പ് തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ മുൻഭാഗത്ത് ഇരുന്നുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറ്റിയ ഭാഗ്യം കിട്ടിയിട്ടോ. മാഷാ അല്ലാഹ്, എല്ലാവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചാരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു മിമ്പറൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ കുറച്ച് സൈഡിലായിട്ട്. പിന്നെ ഇവിടെയാണ് കേട്ടോ അത്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ എല്ലാവർക്കും അറിയാലോ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മുൻഭാഗത്ത് നിന്ന് നമ്മൾ എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും നമ്മളെ വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ കാണാനോ എത്തിക്കാണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ. രാവിലെ തന്നെ എല്ലാവരും ഇതിനായിട്ട് റെഡി ആയിട്ട് ഇത് റൗള ഷെരീഫ് കാണാനും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാതിൽ സ്വർണം പൂശിയിട്ടുള്ള വാതിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ മാഷാ അല്ലാഹ് അവിടെ കാണാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കയറിയിട്ടില്ലല്ലോ, ഈ പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു അമ്പർല അതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സ്ലോ മോഷനായിട്ടാണ് കേട്ടോ വരുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിട വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ഇവിടെ എത്താൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ജന്നത്തുൽ ബഖിയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ വന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മഗ്‌രിബ് സ്വല കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ഈ രാത്രിയിൽ എടുത്തതുകൊണ്ട് കുറച്ച് വെളിച്ചമൊന്നും ഇല്ലാത്ത രൂപത്തിൽ തോന്നിയിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പോകാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മദീനയിൽ നിന്ന് ഇറങ്ങി റൗളയൊക്കെ നമുക്ക് കിട്ടി. സന്തോഷമായിട്ട് റൗള ഷെരീഫിലൊക്കെ പോകാൻ പറ്റി. ഇതിൽ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പ്രാക്കളുണ്ട് കേട്ടോ. ഒരിക്കലെ ഗോതമ്പ് മണികളൊക്കെ ഇട്ടെടുത്ത് കുറച്ച് നേരം നമ്മൾ ഓരോ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മാഷാ അല്ലാഹ്, അടിപൊളിയില്ലേ കാണാനായിട്ട്. കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രാക്കളെയൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് മരുഭൂമി, ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടി 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ മടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ മീഖാത്ത് പള്ളിയാണിട്ടത്. ഇതിൽ വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് കേട്ടോ. നല്ല അടിപൊളി ഊതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ പുകയിച്ചിട്ടുണ്ട് കേട്ടോ. ഊത് പുകയിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇറാനൊക്കെ കെട്ടി കുട്ടികൾക്കൊക്കെ കെട്ടി സെറ്റപ്പാക്കി പോന്നിട്ട് അവിടെ ഹദിയ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് നല്ല വെയിൽ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കുറച്ച് സ്നാക്സും ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാര്യം ഒരുപാട് മരുഭൂമി കടന്ന് പോകാണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കൈതക്കുട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൽ. ഞാൻ കൈതനൊക്കെ എന്നോ മുമ്പ് കണ്ടതാണ് കേട്ടോ. ഒരു സൂന്ന് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചാണ്ട് പോന്നപ്പോൾ ബദറിൽ ഷഹീദായ ആളുകളുടെ ഖബർസ്ഥാൻ ഇതാണ് കേട്ടോ. ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടുള്ളത്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ പ്രാക്കൾ ഒരുപാടുണ്ട് കേട്ടോ. ആളുകൾ വന്നിട്ട് ഗോതമ്പ് മണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മലമുകളിലാണ് മലക്കുകൾ ഇറങ്ങിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ 5000 മലക്കുകളെ സഹായം ലഭിച്ച ആ ഒരു മലയാണ് കേട്ടത്. പിന്നെ നമ്മൾ ഗോതമ്പ് മണികളൊക്കെ ഇട്ടെടുത്തപ്പോൾ ഒന്നായിട്ട് വന്നിട്ടുണ്ടായി കേട്ടോ.
ഇതാണ് കേട്ടോ സംഭവം. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ നല്ല വെയിലും ചൂടും ഉണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ, തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ആളുകളെ ഷഹീദായവരെ ഖബറ് ഇവിടെ കാണാനായിട്ട് പറ്റി. ബദർ നടന്ന സ്ഥലം നമ്മൾ ഇനി കാണിക്കാം. പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ഈ ശുഹദാക്കളെ ഇവിടുന്ന് നമ്മളിങ്ങനെ പോരുമ്പോൾ ഇവിടെ വലിയൊരു ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബോർഡുമ്മേൽ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മറവ് ചെയ്തിട്ടുള്ള യുദ്ധത്തിന് പങ്കെടുത്ത ശുഹദാക്കളെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കുറച്ചുകൂടെ പോന്നിട്ടാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. അത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇവർ ഇങ്ങനെ ഒരു കുഴിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, കുറച്ചധികം സ്ഥലങ്ങൾ. പിന്നെ ഈ ഒരു ഹൗള് കേട്ടോ, ഈ ഒരു ചതുരത്തിലുള്ള ഹൗളില്ലേ, ഈ ഹൗളാണ് നമ്മൾ പാട്ടിലൊക്കെ പറഞ്ഞിട്ടില്ലേ, വമ്പുറ്റ ഹംസാർ റളിയല്ലാഹു ആ ഒരു സംഭവം അതാണ് കേട്ടോ. അത് നമ്മൾ പാട്ടിൽ ഇങ്ങനെ കേൾക്കുക എന്നല്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വന്നിട്ടും ഇതുപോലെ നമ്മൾ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൗളിൻ്റെ ഈ ഹൗളാണ് കേട്ടോ പാട്ടിൽ പറഞ്ഞിട്ടുള്ള ഹൗള്, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൗളാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ട്. ഈ പള്ളീൻ്റെ പേര് മസ്ജിദുൽ അരീഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ പള്ളീൻ്റെ പേരാണ് മസ്ജിദുൽ അരീഷ്. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ പോന്ന് നമ്മൾ മഗ്‌രിബ് ടൈം ആവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒഴിഞ്ഞ മരുഭൂമിയിലൂടെ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മക്കയിലെത്താനായിട്ടുണ്ട്, നമ്മളെ ഫ്ലാറ്റിലെത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് റെഡി ആയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റൂം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്ബറിൻ്റെ ഈ ഒരു ഖബർസ്ഥാനിൻ്റെ അടുത്താണ് കേട്ടോ. ജന്നത്തുൽ മുഅല്ലൻ്റെ മുഅല്ല എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ജന്നത്തുൽ മുഅല്ലൻ്റെ അവിടെയാണ് നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ട്. ഇത് രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കളറിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു റൂമിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ നമ്മളെ ജനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു ജന്നത്തുൽ മുഅല്ലല്ലേ, അത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് നമ്മളെ റൂം, ബാത്റൂമും നല്ല സെറ്റപ്പ് റൂം തന്നെയാണ്. മാഷാ അല്ലാഹ്, ഒരു തല്ലാജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ കുഞ്ഞിങ്ങനെ നോക്കുകയുണ്ടോ പുറത്തേക്ക്. അപ്പോൾ നമുക്കെല്ലാം ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം, കണ്ടോ. ഇതിങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സൂം ചെയ്തതാണ് കേട്ടോ. ഇതാണ് ജന്നത്തുൽ മുഅല്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നമ്മളെ റിലേറ്റീവ്സ്, നമ്മളെ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അൽബൈക്കിൻ്റെ ബ്രോസ്റ്റും ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. മാഷാ അല്ലാഹ്, ഞങ്ങളാണെങ്കിൽ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. കാര്യം മരുഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അധികം കടകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിനി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിനി. അപ്പോൾ അതിലേക്ക് ഇത് കിട്ടിയപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഓര് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഫ്രൂട്ട്സിൽ എൻ്റെ ഫേവറേറ്റ് ആണിട്ടത്. ഇത് ഞാൻ ഡോറ എന്നുള്ള കാർട്ടൂണിലാണ് കേട്ടോ ഈ സംഭവം കണ്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. നമ്മളെ ബ്ലൂബെറി ആണിട്ടത്. അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിനി. അപ്പോൾ അത് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഡോറ ബുജി എന്നൊക്കെ പറയുന്ന കാർട്ടൂണിൽ നമ്മളിങ്ങനെ കാണുന്നല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ അത്ര ശ്രദ്ധിക്കൂല, നമ്മുടെ നാട്ടിലൊന്നും പിന്നെ അത് അങ്ങനെ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റൊന്നും അറിയില്ല. പീച്ച്, അതുപോലെ തന്നെ പ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മൾ ഇറാൻ കെട്ടിയിട്ട് നമ്മൾ പോകുന്നതാണല്ലോ. അപ്പം നേരെ നമ്മൾ ഹറമിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. വന്ന ഉടനെ തന്നെ നമ്മൾ ഉംറക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിനി.
പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സുബഹിയൊക്കെ നമസ്കരിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോണത്. അപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ നമ്മൾ ജന്നത്തുൽ മുഅല്ലയിൽ കൂടെ അങ്ങനെ അതിൻ്റെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഈ മക്കൻ്റെ ക്ലോക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല രസം രാത്രി കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ മത്താഫിലെത്തിയിട്ട് ഉംറ നിയത്തൊക്കെ വെച്ച് പിന്നെ നമ്മൾ കുറച്ച് സംസൊക്കെ കുടിച്ചിട്ടോ. എവിടെ കണ്ടാലും സംസം കുടിച്ചിട്ടോ. കുഞ്ഞൂന് ഇതിങ്ങനെ തുറന്ന് കുടിക്കണത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ഒരു ത്രില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഇതൊക്കെ സംസൊക്കെ കുടിച്ച് സെറ്റായിട്ട് നമ്മൾ ഉംറ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കഅബ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്തായാലും ഒരു വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണ് കേട്ടത്. വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു മനസ്സിന് എന്തൊക്കെയോ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ പാടുണ്ടാകുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉംറൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തണുപ്പല്ലാത്ത സംസം ഇവിടെ കിട്ടും കേട്ടോ. നോട്ട് കോൾഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ മറുവൻ്റെ അടുത്ത് ഇതുപോലെ ഈ സഫ മറുവ മലകൾക്കിടയിലല്ലേ ഓടിയത്. അപ്പോൾ നമ്മൾ ഈ മറുവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മളൊപ്പം എല്ലാം വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ നിന്നിങ്ങനെ ഇതിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നപ്പോൾ ഈ ഹറമിൻ്റെ ഈ പരിസരത്ത് ഇതുപോലെ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് അറബി കുപ്പായല്ലേ, ഈ കുപ്പായം അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ പോന്നപ്പോൾ. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് സിയാറത്തും കാര്യങ്ങളും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പിറ്റേ ദിവസം അതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം, മൂന്നാമത്തെ ദിവസമാണ് നമ്മളിനി മക്കയിലേക്ക് പോക്ക്. അപ്പോൾ മക്കയിലേക്കല്ല, സോറി, നമ്മൾ റിയാദിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ സിയാറത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോക്കാട്ടോ. പിറ്റേ ദിവസം ഒരുപാട് സ്ഥലങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാര്യം അങ്ങനെയാണെങ്കിൽ 2-3 ഒരുപാട് വ്ളോഗ്സ് നമ്മൾ ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമല്ലോ എന്ന് എഴുതിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ വീഡിയോസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഒരു മലമുകളിൽ ഇതാണ് കേട്ടോ സൗർ ഗുഹയാണ് ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ സൂം ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഏതായാലും ഒരു സൗർ ഗുഹ ആണ് കേട്ടോ. ഇവിടെയാണ് സൗർ എന്ന ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയത്. ചരിത്രത്തിൽ എല്ലാവർക്കും അറിയണ തന്നെ ഈ കാര്യം. അപ്പോൾ ഈ ഒരു മലമുകളിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു വലിയ കല്ലിങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ്, ഒരു ഹോളായിട്ട് ഇങ്ങനെ നിൽക്കണില്ല, അത് തന്നെയാണ് സംഭവം. മുഴുവനായി എന്നെ കണ്ടു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് ഈ ഒരു കൊട്ടാരമാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്ക ഹറമിലെ ഇമാമിൻ്റെ കൊട്ടാരമാണ് കേട്ടത്. യൂട്യൂബിലൊക്കെ നമ്മൾ ഖുർആൻ ഖിറാഅത്ത് മക്ക ഇമാം എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ പലതും ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കാണുന്നത്
ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. എല്ലാവരും ഉപരിപഠനത്തിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഇതൊരുപാടുണ്ട് ഇങ്ങനെ കാണാൻ. ഈ കാണുന്നത് ഒരു പള്ളിയാണ് കേട്ടോ. മസ്ജിദുൽ ഇബ്രാഹിം എന്നും മസ്ജിദുൽ നമിറ എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഒരു പള്ളി ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. ഇതാണത്. ഈ കാണുന്നത് അറഫ ടെൻറ്റുകളാണ് കേട്ടോ. ഓരോ ഭാഗം ഇങ്ങനെ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞതല്ലേ അതുകൊണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു മല കാണുന്നില്ലേ, ഇതാണ് ജബലുർ റഹ്മ. പിന്നെ അതിൻ്റെ അടുത്തൊരു തൂണ് പോലെ ഒരു ബ്ലാക്കിലും വൈറ്റിലും ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റിൽ പിന്നെ ഹജ്ജത്തുൽ വിദാ നടത്തിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് വിടവാങ്ങൽ പ്രസംഗം കേട്ടോ. ഇതിൻ്റെയൊക്കെ ബാക്കി വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇവിടെ വെച്ചാണ് കേട്ടോ മുസ്തലിഫയിലേക്കുള്ള ആരംഭം. ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഹാജിമാർ മുസ്തലിഫയിൽ നിന്ന് കല്ലെറിയാൻ വേണ്ടി കല്ല് പൊറുക്കുക കേട്ടോ. മിനായിലെ ടെൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. 2 സൈഡിലുണ്ട്. പിന്നെ നമ്മൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഫീൽ പറഞ്ഞ സൂറത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയാണ് കേട്ടോ നടന്നിട്ടുള്ളത്, ഈ ഒരു സ്ഥലത്ത്. നെക്സ്റ്റ് നമ്മൾ മിനയിലേക്കാണ് ഇനി കിടക്കാൻ പോണത്. മിനയിലെത്തിയിട്ടോ. ഇനി നമ്മൾ കാണുന്നത് മിനായിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ ഒരു സ്തൂപം കാണാം. ഈ സ്തൂപം ഒരു മിനാരം പോലെ കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഈ സംഭവം ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അല്ലേ, അത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ സൂം ചെയ്തതാണ് കേട്ടോ, കാണുന്നുണ്ടോ എന്നറിയില്ല. എന്നാലും ഈ ഒരു സ്തൂപത്തിൻ്റെ അടുത്താണ് കേട്ടോ കുബ്ബ, ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മളിവിടെ മസ്ജിദുൽ അക്ബ കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാണാനായിട്ട് പറ്റില്ല, നമ്മൾ മുകളിലൂടെയാണ് പോണത്. കുറച്ച് താഴെയാണ് കേട്ടോ പള്ളീൻ്റെ മുനാര ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബായ്.